അശ്വതി, സിൽവർ ലൈൻ പദ്ധതിയിൽ ആദ്യഘട്ട ചർച്ച നടന്നിരിക്കുന്നു. തുടർ ചർച്ചകൾ ഇനിയും ഉണ്ടാകുമെന്ന് പറയുന്നു. അത്തരത്തിൽ നിർണായക ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു. പക്ഷേ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് തന്നെ ഉണ്ടല്ലോ. തീർച്ചയായും ശ്രീജ, ഇന്ന് വലിയ പ്രതിഷേധമാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുൻപിലേക്ക് നടത്തിയത്. ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്ന അവരുടെ ആവശ്യത്തിൽ കടുകിട പിറകോട്ട് പോയിട്ടില്ല. DPR ഒരു തട്ടിക്കൂട്ട് DPR എന്ന കാര്യം അവർ വീണ്ടും ആരോപിക്കുകയാണ്. അത് ആവർത്തിക്കുകയാണ് ആരോപണം. ഈ DPR ശരിയാക്കിയാലും ഈ വിഷയത്തിൽ വലിയ നഷ്ടം, സാമ്പത്തികമായും സാമൂഹികമായും പാരിസ്ഥിതികമായുമുള്ള നഷ്ടങ്ങൾ സംസ്ഥാനത്തിനുണ്ടാകും. അതുകൊണ്ട് തന്നെ സർക്കാർ പൂർണ്ണമായിട്ടും ഈ പദ്ധതി ഉപേക്ഷിക്കണം എന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. ഈ ചർച്ചകൾ മുന്നോട്ട് പോയാൽ ഇനിയും ചർച്ചകൾ നടക്കുന്ന ഇടങ്ങളിലേക്ക് തങ്ങൾ പ്രതിഷേധ മാർച്ചുകൾ നടത്തുമെന്നും ഇത് ഉപേക്ഷിക്കുന്നത് വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും മാർച്ചും ഒക്കെ ഉണ്ടാകുമെന്നുമാണ് അവർ വ്യക്തമാക്കുന്നത്. ഇന്ന് താരതമ്യേന വലിയൊരു പ്രതിഷേധം തന്നെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ടായത്. ഇന്ന് നടന്ന ചർച്ചയിലും വളരെ പോസിറ്റീവാണ് എന്നാണ് ചർച്ചയിൽ കേരയിൽ MD വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് ഒരു പ്രാരംഭ ചർച്ച മാത്രമാണ്. ഇതിന്മേൽ പ്രത്യേകിച്ച് ഈ DPR-മേലുള്ള ചർച്ച ഇനിയും നടത്തേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട DPR പരിഷ്കരണം അടക്കമുള്ളവയായിരിക്കും വരും ദിവസങ്ങളിലും ചർച്ചയിൽ ഉണ്ടാവുക. നിലവിലെ പദ്ധതി രേഖയിലെ അടിസ്ഥാന കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്നും അതിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ സിൽവർ ലൈൻ്റെ ട്രാക്ക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും വ്യക്തത വരുത്തണം. ഇക്കാര്യങ്ങളൊക്കെ തന്നെ തീർപ്പാക്കിയാൽ മാത്രം, അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രമാണ് ഇതിലെ കൃത്യമായ അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചകളിൽ ഉണ്ടാവുക. ഇതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഒരു അരമണിക്കൂർ മാത്രമാണ് ഇന്ന് രാവിലെ ചർച്ചയുണ്ടായത്. പക്ഷേ വരും ദിവസങ്ങളിലായിരിക്കും DPR-ലെ വിശദാംശങ്ങളും ഒപ്പം തന്നെ സമരസമിതിയും മറ്റും മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളിലും ഒരു വിശദമായിട്ടുള്ള ചർച്ച നടക്കുക. എന്തായാലും സമരസമിതിയും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീജ. അശ്വതി, സിൽവർ ലൈനിൽ റെയിൽവേയുമായുള്ള ആദ്യഘട്ട ചർച്ച എന്തായാലും പോസിറ്റീവാണ് എന്നാണ് KRail MD അജിത് കുമാർ പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് ഇതൊന്നും പോസിറ്റീവല്ല.